ഒക്കെ പറയും ക്രിസ്മസ് എങ്ങനെയായിട്ട് പറഞ്ഞേ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ അടിപൊളി കേക്ക് റെസിപ്പിയൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമ്മളെ സ്കൂൾക്ക് കുറച്ച് ക്രിസ്മസ് കേക്കിൻ്റെ ഓർഡർ ഉണ്ടേനി. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കണതെന്ന് ഫുള്ളായിട്ട് നമ്മളെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ സ്കൂളത്തെ കുറേ രസകരമായ സംഭവങ്ങളുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് നിങ്ങളൊന്ന് കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ സ്പോഞ്ച് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. സ്പോഞ്ചൊക്കെ ഞാൻ ജസ്റ്റ് നമ്മൾ ഓവനിൽ ഇങ്ങനെ വെച്ചത് കാണിച്ചു തന്നിട്ടുള്ളൂ. അപ്പോൾ ഞാൻ 2 ട്രിപ്പായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 2 ട്രിപ്പായിട്ട് തന്നെയാണ് സ്പോഞ്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. മൊത്തം 6 കേക്കിൻ്റെ ഓർഡർ ചെയ്യണി. അപ്പോൾ 2 ട്രിപ്പായിട്ടാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓരോ കിലോൻ്റെ. അപ്പോൾ 3 പാത്രമാണ് നമ്മളെ കയ്യിലില്ലേ 1 കിലോൻ്റെ. അപ്പോൾ അങ്ങനെ 2 പ്രാവശ്യമായിട്ട് ഉണ്ടാക്കിയിരിക്കണേ. അപ്പോൾ അതിക്ക് ആവശ്യമായിട്ടുള്ള ക്രീമൊക്കെ ഞാൻ ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു ക്രിസ്മസ് അപ്പൂപ്പനെ എൻ്റെ മോഡൽ കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചങ്ങാണ്ടാണ്. നിങ്ങൾ ഫോട്ടോസിൽ കണ്ടില്ലേ, അങ്ങനത്തെ കേക്കാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണിട്ടോ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന നമ്മൾ ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തെങ്ങാണ്ട് സപ്പോർട്ട് ചെയ്യും വേണം. അപ്പോൾ ക്രീം മൊത്തത്തിൽ ബീറ്റ് ചെയ്യണമൊന്നുമില്ല കേട്ടോ. കുറച്ച് ബീറ്റ് ചെയ്തെങ്ങാണ്ട് അങ്ങനെ പിന്നെ ഓരോന്നോരോന്ന് ചെയ്ത് വെക്കാണ് കേട്ടോ. രാത്രിയിൽ ഞാനിങ്ങോട്ട് ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ രാവിലെയാണ് കേട്ടോ ഡിസൈനൊക്കെ കൊടുത്തിരിക്കുന്നത് കേക്കിൽ സെറ്റാവാൻ വേണ്ടിങ്ങാണ്ട് രാത്രിയാണ് കേട്ടോ പിന്നെ കേക്കിൻ്റെ പണിയൊക്കെ എടുത്തിരിക്കുന്നത്. ഒരുപാട് സമയമായിട്ടോ രാത്രി കടന്നപ്പോൾ. അപ്പോൾ ഒരു 5 മണിക്ക് ശേഷമാണ് ഞാൻ കേക്കിൻ്റെ പണി തുടങ്ങിയത് തന്നെ. എന്നാലും ഒരു 10-11:30 മണി ആയിക്കണത്. പിന്നെ ഒക്കെ ഒന്ന് റെഡിയാക്കി കടന്നപ്പോൾ പിന്നെ രാവിലെ നേരത്തെ എണീച്ചങ്ങാണ്ട് ചെയ്തേക്കാണ് കേട്ടോ. രാവിലെ പിന്നെ നമ്മളെ കടികളും കൊടുക്കാനുണ്ടായതുകൊണ്ട് എന്നാലും അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ചെയ്ത് നമ്മളൊരു 10:30 പറഞ്ഞ കറക്റ്റ് ടൈം ആയപ്പോൾ നമ്മൾ സ്കൂളിൽ കേക്കായിട്ട് എത്തിക്കണേ. അപ്പോൾ ഇതാ കേക്കൊക്കെ ക്രീമൊക്കെ ബീറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ചധികം ഉണ്ട്. നമ്മൾ പിന്നെ ഒരു കേക്കിനൊക്കെ ആണെങ്കിൽ കുറച്ചെല്ലാം എടുക്കുക. അപ്പോൾ ഏതായാലും കുറച്ച് കൂടിപ്പോയിക്കണേ. അപ്പോൾ അതിൻ്റേതായിട്ട് കുറച്ച് സമയം എടുക്കുന്നുണ്ട് നമ്മളെ ക്രീമൊന്ന് ബീറ്റായി വരാനും. അപ്പോൾ ഞാൻ ആദ്യം പിന്നെ ഇതേപോലെ ക്രീമൊക്കെ തേച്ച് വെച്ചിരുന്നു കേട്ടോ. രാത്രിയിൽ ബീറ്റ് ചെയ്തതിന് ശേഷം ആദ്യം ഇങ്ങനെ ക്രീമൊക്കെ തേച്ച് വെച്ചിട്ട് രാവിലെ എടുത്തിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത്. പിന്നെ ഓവനിൽ നിങ്ങൾ 2 കേക്കും കൂടി കണ്ടില്ലേ, അതുകൊണ്ട് സ്പോഞ്ച് ഇങ്ങനെ തേച്ച് വെച്ചിട്ട് പിന്നെ അതും റെഡിയാക്കി. അതിന് ശേഷം ഇപ്പോൾ ഞാൻ പിന്നെ രാവിലെ നേരത്തെ എണീറ്റിട്ട് ഇതേപോലെ എന്നിട്ട് ചെയ്ത് വെച്ചിരുന്നത്. കേക്ക് ഫുള്ളായിട്ട് ക്രീം ഇങ്ങനെ ഒന്ന് ഫിനിഷിങ് ഇല്ലാതെ ഒന്ന് ക്രം കോട്ട് ചെയ്ത് വെച്ചേക്കിനി. അപ്പോൾ ബാക്കിയുള്ള പണിയൊക്കെ നമ്മൾ രാവിലെ എണീറ്റിട്ടാണ് ചെയ്യണത്. അപ്പോൾ മൊത്തത്തിലൊന്ന് ലെവലാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഓരോ കിലോൻ്റെ കേക്കാണ് കേട്ടോ ഓർഡർ ഉണ്ടായിരുന്നത്. അപ്പോൾ സ്കൂളിൽ ക്രിസ്മസ് പരിപാടിയാണ്. സ്കൂൾ അടച്ചതല്ലേ, വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. ഇന്നലെ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇന്നലെ ക്രിസ്മസ് പരിപാടി ആയതുകൊണ്ട് പിന്നെ നമ്മളറിയണ മാഷ്മാർ നമുക്ക് ഓർഡർ തന്നതാണ്. പലരും എല്ലാ ക്ലാസ്സിലും കേക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പലരും പല സ്ഥലത്താണല്ലോ ഓർഡർ കൊടുക്കുക. നമ്മളെ പരിചയമല്ല, നമ്മളെ സാറുമാർ നമ്മളെ വിളിച്ചിട്ട് ഓർഡർ തന്നതാണ്. അപ്പോൾ ഈ കേക്കൊക്കെ 3-ാം ക്ലാസ്സിലേക്കുള്ളൊരു ഓർഡർ ചെയ്യുന്നു കേട്ടോ. 3-ാം ക്ലാസ് മൊത്തം എയും ബിയും സിയും അങ്ങനെ. അപ്പോൾ ഒന്ന് ഷേപ്പാക്കി എടുക്കണുണ്ട്, ഒന്ന് ലെവലായി കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മളെ ഈ പിന്നെ റൊട്ടേറ്റിംഗ് സ്റ്റാൻഡിനൊരു പിടുത്തട്ടോ അങ്ങോട്ട് കറങ്ങി കിട്ടണില്ല. അപ്പോൾ ഞാൻ കേക്കേറ്റ് സ്കൂളിലൊക്കെ പോയിന് കേട്ടോ. സ്കൂളിൽ ചെന്നപ്പോൾ നല്ല രസം കേട്ടോ. കുട്ടികൾക്ക് പരീക്ഷയൊക്കെ കഴിഞ്ഞാൽ ഒരു സന്തോഷമുണ്ട്. പിന്നെ ക്രിസ്മസ് പരിപാടിയല്ലേ, അതിൻ്റെ ഒരു സന്തോഷം എല്ലാ കുട്ടികളുടെ മുഖത്തും കാണുന്നുണ്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ. അപ്പോൾ കുറേ ക്ലാസ്സിക്ക് പ്ലം കേക്കൊക്കെ ഓർഡർ ചെയ്തേക്കണം. ഒക്കെ പീസാക്കി ഇങ്ങനെ കൊണ്ടുവന്നൊക്കെയാണ്. കുറേ ക്ലാസ് കൂടെ പിന്നെ ഇങ്ങനെ ക്രീം കേക്കുമാണ് കേട്ടോ.
കുറച്ചുകൂടി ക്രീം ബീറ്റ് ചെയ്തിട്ട് അതിലൊന്ന് കുറച്ച് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സൂപ്പർ റെഡിൻ്റെ കളർ ചേർത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ക്രിസ്മസ് അപ്പൂപ്പൻ്റെ തൊപ്പി ഉണ്ടാക്കിയെടുക്കാനാണ് കേട്ടത്. അപ്പോൾ കളർ കുറച്ച് കുറവാ തോന്നിയപ്പോൾ ഞാൻ രണ്ടിറ്റും കൂടി നമ്മൾ ക്രീമൊക്കെ ഉറ്റിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ക്രീമൊക്കെ നന്നായിട്ട് സെറ്റായി വന്നിക്കണേ. ഇനി ഒരു കവറിലാക്കി കൊടുത്തിട്ട് നമ്മളെ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ തൊപ്പി ഒന്ന് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. ക്രീമിൽ തന്നെയാണ് കേട്ടോ എല്ലാം ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളെ ഈ ഐസിങ് ബാഗ് പറ്റ ചെറുതാണ് കേട്ടോ. അതിലാവുമ്പോൾ ഇങ്ങനെ കയ്യിലാവുകയാണ്. വലിയതായി നമ്മളടുത്ത് ആദ്യമൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇങ്ങനെ കിട്ടണമൊക്കെ ഇങ്ങനത്തെ ചെറുതായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കയ്യുമ്പോൾ ഇങ്ങനെ ക്രീമായി വരും. അപ്പോൾ 2 മോഡലിലാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ തൊപ്പി വരച്ചെടുക്കുന്നത്. ഒന്നിങ്ങനെ ലൈനായിട്ടും ഒന്നിങ്ങനെ റൗണ്ടായിട്ടും ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ക്രീം വെച്ചിട്ട് തന്നെ അതിന് മീശയും അതേപോലെ കണ്ണിന് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് കണ്ണ് വരച്ചെടുക്കുന്നത് ബ്ലാക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ അവിടെ ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ തൊപ്പിക്കൊരു വൈറ്റ് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അപ്പൂപ്പൻ്റെ താടിയും കൂടി ഒന്ന് വരച്ചെടുക്കാനുണ്ട്. അങ്ങനെ ഒരു അപ്പൂപ്പൻ്റെ ചെറിയൊരു ഷേപ്പ് ഇങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ.
പിന്നെ ഞാൻ ക്ലാസ് പിന്നെ ഒക്കെ എഴുതി കൊടുത്തിരിക്കുന്നത് ഒരു സൈഡിലാണ് കേട്ടോ ഇങ്ങനെ. പിന്നെ 3A 3B എന്നൊക്കെ എഴുതി കൊടുത്തിരിക്കുന്നത് ഒരു സൈഡിലാണ്. പിന്നെ ഒരു ഷേപ്പ് ഇങ്ങനെ ലൈനായിട്ടാണ് കേട്ടോ ഒരു ഷേപ്പ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതാ ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു മോഡലിലാണ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ മൊത്തം ഒരേ മോഡൽ തന്നെ മതി പറഞ്ഞു കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ ഒരേ മോഡലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ ലാസ്റ്റ് ഒരു ബോർഡറും കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കേക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മൊത്തം ഇങ്ങനെ ചെയ്തെടുത്തിക്കണേ. നമ്മളെ തിണ്ടിലിങ്ങനെ നമ്മളെ കേക്കൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണേ. അപ്പോൾ എഡിറ്റിങ്ങൊക്കെ എത്രത്തോളം ശരിയായിക്കണമെന്ന് എനിക്കറിയില്ല. അർജൻറ്റിലൊരു വഴിക്ക് പോകാനുള്ള സമയത്താട്ടോ നമ്മളത് ടൈമില്ലാത്ത സമയത്താണത് എഡിറ്റ് ചെയ്തുകൊണ്ട് വീഡിയോ ശരിയാക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ടാവും. നിങ്ങൾ ക്ഷമിക്കണം. സൗണ്ടൊക്കെ ഒരു ബുദ്ധിമുട്ടൊരു അർജൻറ്റിലൊരു സമാധാനമില്ലാത്ത കൊടുക്കലാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ മക്കളെ ഇന്നത്തെ നമ്മളെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ സ്കൂൾ ചെന്നിട്ടുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ.
എങ്ങനെയായിട്ട് പറഞ്ഞേ? അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണേ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മടിക്കരുത് കേട്ടോ. പുതിയ വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.